ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ IT വിന്നർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10ാം ക്ലാസ്സിലെ IT ടെക്സ്റ്റ് ബുക്കിലെ പത്രത്താൾ ഒരുക്കാം എന്ന പാഠത്തിലെ വീഡിയോകളാണ് നമ്മൾ കണ്ടുവരുന്നത്. അതിൽ ഒന്നാമത്തെ പാർട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നിങ്ങൾക്കിവിടെ കാണിച്ചു തരാൻ പോകുന്നത് രണ്ടാമത്തെ പാർട്ടിൽ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അതിൽ നമുക്കൊരു ബാർകോഡ് കൊണ്ടുവരണം, ചിത്രം ഇൻസേർട്ട് ചെയ്യണം, ടെക്സ്റ്റുകൾ കൊണ്ടുവരണം, കോളങ്ങളാക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. അതിനുവേണ്ടി നമ്മൾ ഒന്നാമത്തെ പാർട്ടിൽ ചെയ്ത് വെച്ച ഫയലിനെ ഓപ്പൺ ചെയ്ത് കൊണ്ടുവരാം. ശ്രദ്ധിക്കാം, ഹോമിലെ സ്റ്റുഡൻസ് വർക്ക്സ് 10-ലെ 10B-ലെ ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സേവ് ചെയ്ത് വെച്ചത്. അതിൽ ഡബിൾ ക്ലിക്ക് അടിച്ചാൽ മതി, അത് ഓപ്പൺ ചെയ്ത് വരും. ശ്രദ്ധിക്കാം, ഇതാണ് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ചെയ്ത് സേവ് ചെയ്തത്. ഇവിടെ ഒരു കണ്ണിൻ്റെ ഒരു ഐക്കൺ പറഞ്ഞു തന്നിരുന്നു. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ കാണാം. ഇതുപോലെയാണ് നമുക്ക് പ്രിൻ്റ് ചെയ്ത് വരുമ്പം ലഭിക്കുക. വീണ്ടും നമ്മൾ പ്രിവ്യൂ മോഡ് എന്നാണ് പറയുക കേട്ടോ. അതിൽ തന്നെ ക്ലിക്ക് ചെയ്തു. ശ്രദ്ധിക്കേനി നമുക്ക് ഇവിടെയായിട്ടൊരു ബാർകോഡ് വേണം. ഒന്ന് ഇങ്ങോട്ട് നോക്കാം, നമ്മൾ ചെയ്യാൻ പോകുന്നത് കാണിച്ചു തരാം കേട്ടോ. ഈ കാണുന്ന പോലുള്ളൊരു ബാർകോഡാണ് നമുക്ക്. ആദ്യം തന്നെ ഈ ബാർകോഡ് കൊണ്ടുവരണം, ഇങ്ങനൊരു പിക്ചർ കൊണ്ടുവരണം, ടെക്സ്റ്റുകൾ കൊണ്ടുവരണം, 3 കോളങ്ങളിലേക്ക് ആക്കണം, അതിനൊരു ഡിസ്റ്റൻസ് വരുത്തണം, ഫോണ്ട് മാറ്റി കൊടുക്കണം. ഇത്രയും കാര്യങ്ങളാണ് മൂന്നാമത്തെ പാർട്ടിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. കാരണം 2 പാർട്ട് കൊണ്ട് നമുക്ക് എടുക്കാം. പക്ഷെ 2 പാർട്ട് കൊണ്ട് എടുത്തിട്ട് നിങ്ങളെല്ലാം കൂടെ ഒറ്റയടിക്ക് മനസ്സിലാക്കണ്ട. ഓരോ പാർട്ടായിട്ടെടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് നല്ല ക്ലിയർ ആക്കുക. ആദ്യം നിങ്ങൾ ഒന്നാമത്തെ പാർട്ട് നല്ലോണം ക്ലിയർ ചെയ്യുക, അതിന് ശേഷം മാത്രം രണ്ടാമത്തെ പാർട്ടിലേക്ക് നോക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മൂന്നാമത്തെ പാർട്ട് പറഞ്ഞുതരാം കേട്ടോ. ശ്രദ്ധിക്കാം, അപ്പോൾ നമുക്കിവിടെ ബാർകോഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് 2 മാർഗങ്ങളുണ്ട്. ഫസ്റ്റ് ഒന്നാമത്തെ മാർഗം ഞാൻ പറയാം. ഇവിടെ ഈ ടൂൾ കൺട്രോൾ ബാറിൽ ഒരു ഐക്കൺ കാണാം, ബാർകോഡിൻ്റെ ഒരു ഐക്കൺ. നല്ലോണം ശ്രദ്ധിച്ച് നോക്കണേ. ഇതാണ് ബാർകോഡിൻ്റെ ഐക്കൺ. ഈ ബാർകോഡിൻ്റെ ഐക്കണിലൊന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്താൽ ഇങ്ങനൊരു ബോക്സ് വരും, ഇൻസേർട്ട് ബാർകോഡ്. ആ ഇൻസേർട്ട് ബാർകോഡ് എന്നൊരു ബോക്സിൽ നമുക്ക് ആദ്യം തന്നെ ബാർകോഡ് ഫാമിലി കാണാം അല്ലേ. അവിടെ ഈ മോർ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇതിൽ നമ്മൾ 2 ഡയമെൻഷണൽ സിംബൽസ് ആണ് വേണ്ടത് കേട്ടോ. അതാക്കി കൊടുക്കുക. ബാർകോഡ് എന്ന ഭാഗത്ത് QR കോഡ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു സൈറ്റ് കൊടുക്കാം, നമ്മളെ സ്കൂളിൻ്റെ സൈറ്റൊക്കെ കൊടുക്കാം. പക്ഷെ നമ്മളിപ്പോൾ സൈറ്റൊന്നും കൊടുക്കുന്നില്ല. ഈ 2 മാറ്റങ്ങളും നിങ്ങൾ കൊടുക്കുക. ഓക്കെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നോക്കുക, നമ്മൾ ഓക്കെ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ മൗസിൻ പോയിൻ്ററിൻ്റെ ആകൃതി കണ്ടില്ലേ. ഇങ്ങനെ ഒരു ബാർകോഡിൻ്റെ ചിത്രം അതിൽ തന്നെ കാണാം അല്ലേ. എന്നിട്ട് നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ബാർകോഡ് ചെറുതായിട്ട് വന്നു. ഇത് നമ്മളെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ ഈ അമ്പടയാളം വരുമ്പം വലിച്ചു നീട്ടുക, വലുതാക്കി കൊടുക്കുക. നമുക്ക് എത്ര വരെ വേണം നോക്കിയിട്ട് അതിനെ ഒന്ന് വലുതാക്കുക. ഒന്നാമത്തെ രീതി ക്ലിയർ ആയല്ലോ അല്ലേ. ഇനി നമുക്ക് ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞത് ഇൻസേർട്ട് എന്ന മെനുവിൽ ഇൻസേർട്ട് ബാർകോഡ്. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നേരത്തെ വന്ന പോലെ തന്നെ വരും. ബാർകോഡ് ഫാമിലിയും ബാർകോഡും മാറ്റി കൊടുത്ത് ഓക്കെ കൊടുക്കുക. അത്രയേ ഉള്ളൂ രണ്ടാമത്തെ രീതി. 2 രീതി മനസ്സിലായല്ലോ അല്ലേ. ഇതുപോലെ ഇനി നമുക്ക് ഇതിലേക്കൊരു താഴെ ഒരു പിക്ചർ കൊണ്ടുവരണം. പിക്ചർ കൊണ്ടുവരാൻ ഏത് പിക്ചറാണ് നമുക്ക് വേണ്ടത്? ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കും മക്കളെ. ഏത് പിക്ചറാണ് നമുക്ക് വേണ്ടതെന്ന് നോക്കുക. ഇതുപോലൊരു പിക്ചറാണ് വേണ്ടത് അല്ലേ. അപ്പോൾ പിക്ചർ കൊണ്ടുവരുന്ന രീതി ഒന്ന് മനസ്സിലാക്കുക. നമുക്ക് ഇവിടെയാണ് പിക്ചർ വേണ്ടത്.
കുറച്ച് സ്ഥലം ഇവിടെ ഒരു ഹെഡിങ്ങിന് നമ്മൾ ഒഴിവാക്കിയിട്ട് ഇവിടെ പിക്ചർ കൊണ്ടുവരണം. പിക്ചർ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ, 2 മാർഗങ്ങളുണ്ട്. ഇവിടെ നോക്കുക, ഇതാണ് പിക്ചർ കൊണ്ടുവരാനുള്ള ഐക്കൺ, ഇമേജ് ഫ്രെയിം. ഷോർട്ട് കട്ടായി ഇമേജ് ഫ്രെയിമിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എവിടെയാണോ പിക്ചർ വേണ്ടതെന്ന് നോക്കുക. ഇവിടെയല്ലേ വേണ്ടത്. എന്നിട്ട് നമുക്കിവിടെ കുറച്ച് സ്ഥലം നമ്മുടെ ഹെഡിങ്ങിന് വേണ്ടിയിട്ട് അവിടെ ഒഴിവാക്കിയിട്ട് അതിന് തൊട്ട് താഴെ ഇങ്ങനെ ഒരു ഇത് വരച്ചു കൊടുക്കുക. ശ്രദ്ധിക്കാം. അപ്പം ഇങ്ങനെ വന്നു അല്ലേ. അപ്പോൾ നമ്മളിവിടെ വെച്ചിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക്, കണ്ടൻറ്റ്, ഗെറ്റ് ഇമേജ്. റൈറ്റ് ബട്ടൺ കണ്ടൻറ്റിൽ ഗെറ്റ് ഇമേജ്. ഹോമിൽ സ്കൂൾ റിസോഴ്സിൽ ഡബിൾ ക്ലിക്ക് അടിക്കണം കേട്ടോ. സ്കൂൾ റിസോഴ്സിൽ ക്ലാസ് 10 സ്ക്രൈബസിൽ ozone.png. ഇതാണ് നമുക്ക് വേണ്ട പിക്ചർ. ഓക്കെ, പിക്ചർ എടുത്തപ്പോൾ നമുക്ക് ആ പിക്ചറിനെ പൂർണ്ണമായിട്ടും കാണുന്നില്ല. അതിന് ശരിക്കും നമ്മളെ ഫ്രെയിമിലേക്ക് നമുക്ക് മുഴുവനായിട്ട് ആ പിക്ചർ കാണണം അല്ലേ. അതിന് നമ്മൾ എന്താ ചെയ്യുക നോക്കുക. ഈ പിക്ചറിൽ വെച്ചിട്ട് റൈറ്റ് ബട്ടൺ ഇമേജിൽ നോക്കണേ. ഇമേജ് പോയാൽ ഇവിടെ അഡ്ജസ്റ്റ് ഫ്രെയിം ടു ഇമേജ് കാണാം, അഡ്ജസ്റ്റ് ഇമേജ് ടു ഫ്രെയിം കാണാം. നമുക്കിവിടെ ആവശ്യം ഫ്രെയിമിന് കണക്കാക്കി വരണം അല്ലേ. അഡ്ജസ്റ്റ് ഇമേജ് ടു ഫ്രെയിമിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. മാറിപ്പോവരുത്. അഡ്ജസ്റ്റ് ഫ്രെയിം ടു ഇമേജ് അല്ല, അഡ്ജസ്റ്റ് ഇമേജ് ടു ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ പിക്ചർ നമുക്ക് നമ്മളെ ന്യൂസ് പേപ്പറിൽ കണ്ട അതേപോലെയായി. ഇങ്ങോട്ട് ഇങ്ങനെ ഇത് ഡ്രാഗ് ചെയ്തിട്ട് ഇങ്ങനെ നിർത്തുക. അപ്പോൾ നമുക്ക് ഈ പിക്ചറിനെ ഒന്ന് നന്നായിട്ട് ഭംഗിയാക്കണം അല്ലേ. ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഈ പിക്ചറിൽ വെച്ചിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. പ്രിവ്യൂ സെറ്റിങ്സ് എഴുതി വെക്കണേ മക്കളെ ഓരോ കാര്യങ്ങളും. ഇപ്പോൾ ഇത് നിൽക്കുന്നത് നോർമൽ റെസൊല്യൂഷനിലാണ്. നമുക്കതിനെ ഫുൾ റെസൊല്യൂഷനിൽ ക്ലിക്ക് ചെയ്യാം. അതാ ഒന്നുകൂടെ ഭംഗിയായി. ഇനി നമുക്ക് ശ്രദ്ധിക്കണേ. ഇനി നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു രീതി ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നോ. ഇതാ ഇൻസേർട്ടിൽ ഇമേജ് ഫ്രെയിം എടുക്കുക, ഇവിടെ വരച്ചു കൊടുക്കുക, നേരത്തെ ചെയ്ത പോലെ തന്നെ. പിന്നെ എളുപ്പത്തിലൊരു മാർഗം ഉണ്ട് കേട്ടോ. അത് ജസ്റ്റ് വെറുതെ എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ വെച്ച് ഡബിൾ ക്ലിക്ക് അടിച്ചാൽ മതി. കണ്ടോ, ഇത് നിങ്ങൾ എക്സാമിന് ചെയ്യേണ്ട എളുപ്പത്തിലൊരു മാർഗം ഉണ്ടെന്ന് പറഞ്ഞാണ്. ഡബിൾ ക്ലിക്ക് അടിച്ചാൽ തന്നെ ഇങ്ങനെ ഒരു ബോക്സ് വരും. ഇതാ ഹോം കണ്ടില്ലേ, അതിൽ സ്കൂൾ റിസോഴ്സിൽ ക്ലാസ് 10 സ്ക്രൈബസിൽ ഓസോൺ ഓപ്പൺ കൊടുക്കുക. അപ്പം 3 രീതി എനിക്ക് പിക്ചർ എടുക്കാൻ ഞാൻ പറഞ്ഞു കേട്ടോ. എളുപ്പമാർഗ്ഗമാണ് ഇതിൽ വെച്ച് ഡബിൾ ക്ലിക്ക് അടിക്കുന്നത്. നേരിട്ട് ഇങ്ങോട്ട് വരും, നമ്മൾ പോവേണ്ട സ്റ്റെപ്പിലൊക്കെ പോയി എടുക്കുക. ഓക്കെ, പിക്ചർ എടുക്കാനുള്ള കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുക അല്ലേ. ഇനി നമുക്ക് വേണ്ടത് ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളെ പോസ്റ്റ് ഇതൊന്ന് നോക്കാം. ന്യൂസ് പേപ്പറിൻ്റെ ഫ്രണ്ട് പേജ് ഒന്ന് നോക്കുക എങ്ങനെയാണെന്നല്ലേ. ഇപ്പം ബാർകോഡായി, പിക്ചറുമായി. ഇനി നമുക്കിവിടെ 3 കോളങ്ങൾ ഉണ്ടാവണം. അതിനൊരു ഡിസ്റ്റൻസ് വരണം, അതിലേക്ക് ടെക്സ്റ്റ് കൊണ്ടുവരണം. ഇനി നമുക്ക് ആദ്യം അത്രയും കാര്യങ്ങൾ ചെയ്യണം അല്ലേ. അതിന് ടെക്സ്റ്റ് കോളങ്ങളായിട്ടാണ്, അതായത് ന്യൂസ് പേപ്പറൊക്കെ എടുത്ത് നോക്കി അങ്ങനെ കോളങ്ങളായിട്ടാണ് കാണുക. ശ്രദ്ധിക്കണേ. ഇനി ചെയ്യേണ്ട ഡിസ്റ്റൻസും വരുത്തും. ടെക്സ്റ്റ് കോളങ്ങളായിരിക്കാനും ഡിസ്റ്റൻസ് വരുത്താനും നമ്മൾ എന്താണെന്നുള്ളത് നോക്കാം. ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാം. നോക്കാം. ഇതിന് താഴെയായിട്ടാണ് നമുക്ക് ടെക്സ്റ്റ് വരേണ്ടത് അല്ലേ. ആദ്യം തന്നെ ടെക്സ്റ്റ് ഫ്രെയിം ക്ലിക്ക് ചെയ്യണം. ടെക്സ്റ്റ് ഫ്രെയിം ഇതാ കേട്ടോ. ഇതിലൊന്ന് ടൂൾസ് കൺട്രോൾ ബാറിൽ നിന്നും ടെക്സ്റ്റ് ഫ്രെയിം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, എവിടെയാണോ വേണ്ടത് അവിടെ ഡ്രാഗ് ചെയ്ത് വരയ്ക്കുക. നമ്മളാദ്യം നമുക്കിവിടെയാണ് വേണ്ടത് അല്ലേ. അതിനെ ഡ്രാഗ് ചെയ്ത് ഞാനൊന്ന് വരച്ചു കേട്ടോ. ഇനി അതെല്ലാം കുറച്ചുകൂടെ അങ്ങോട്ട് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ആക്കാട്ടോ. അതൊന്നൊരു വിഷയമുള്ള കാര്യമല്ല. നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ ഒന്ന് ഡ്രാഗ് ചെയ്ത് വരച്ചു ഞാൻ. ഇങ്ങനെയൊക്കെ ആക്കി കൊടുക്കുക. നമുക്ക് എവിടേറ്റം വേണം നോക്കിയിട്ട് അതിനെ ഡ്രാഗ് ചെയ്യാം.
ടെക്സ്റ്റ് ഫ്രെയിമിലാണ് പോവേണ്ടത്, മാറിപ്പോവരുത്. ടെക്സ്റ്റ് ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിവിടെ ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ വരച്ചു. അത്രയും കാര്യം മനസ്സിലായല്ലോ അല്ലേ? ഇനി നമുക്ക് 3 കോളങ്ങളിലേക്കാവണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ വെച്ചിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നോക്കണേ, കണ്ടന്റ് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കണ്ടന്റ് പ്രോപ്പർട്ടീസിലാണ് ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റുകൾക്കൊക്കെ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോപ്പർട്ടീസിലല്ല പോവുക, കണ്ടന്റ് പ്രോപ്പർട്ടീസിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ടെക്സ്റ്റിന് മാറ്റം വരുത്താനുള്ളത് ഇവിടെ കാണാം അല്ലേ? നമുക്കിവിടെ 3 കോളത്തിലേക്കാവണം. അതിനൊരു ഡിസ്റ്റൻസും വരണം. അതിന് വേണ്ടി ഇതിനെ തൊട്ട് താഴെ നിങ്ങൾ ഇങ്ങോട്ടൊന്ന് നോക്കുക, കോളംസ് ആൻഡ് ടെക്സ്റ്റ് ഡിസ്റ്റൻസ് കാണാം. അതിലെ മോർ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എവിടെയാണ്? കോളംസ് ആൻഡ് ടെക്സ്റ്റ് ഡിസ്റ്റൻസ്. അതിലെ മോർ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നോക്കുക, കോളം എന്ന ഭാഗത്ത് 1 കാണുന്നത് അല്ലേ? ആ 1 നമ്മൾ മായ്ച്ചിട്ട് നമുക്ക് എത്രയാണ് വേണ്ടത്? 3 ആക്കി കൊടുത്തു. എന്നിട്ട് എൻ്റർ പ്രസ് ചെയ്യുക കേട്ടോ. എൻ്റർ കീ പ്രസ് ചെയ്യാം. ഇനി ഇതിനൊരു ഡിസ്റ്റൻസ് വേണ്ട നമുക്ക്. എൻ്റർ കീ പ്രസ് ചെയ്തപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് കണ്ടു അല്ലേ? ആ ഗ്യാപ്പിൻ്റെ അവിടെ നമുക്ക് എത്രയാണോ ഡിസ്റ്റൻസ് വേണ്ടതാക്കി കൊടുക്കുക. ഞാനിവിടെ ഒരു 4 ആക്കി കൊടുക്കുന്നു. എൻ്റർ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ശ്രദ്ധിക്കാം, ഇവിടെ അതിൻ്റെ ഡിസ്റ്റൻസും വന്നു അല്ലേ? അപ്പോൾ ഇതാ 3 കോളങ്ങളായി, ഡിസ്റ്റൻസും വന്നു. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ടെക്സ്റ്റുകൾ കൊണ്ടുവരണം. ഈ കാണുന്ന 3 കോളത്തിലേക്ക് ടെക്സ്റ്റുകൾ കൊണ്ടുവരണം. ആ ടെക്സ്റ്റ് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് നോക്കണേ, ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. കണ്ടന്റ് ഗെറ്റ് ടെക്സ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. എവിടെയാണ്? റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിവിടെ 3 കോളങ്ങളാക്കി വെച്ചിട്ടുണ്ട്, ഡിസ്റ്റൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ടെക്സ്റ്റ് ഫ്രെയിമിൽ. അവിടെ വെച്ചിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കണ്ടന്റ് ഗെറ്റ് ടെക്സ്റ്റ് എല്ലാം എഴുതി വെച്ചോളണേ. ഓരോ സ്റ്റെപ്പുകളും നിങ്ങൾ എഴുതി വെക്കണം. എന്നിട്ട് ഹോമിൽ, സ്കൂൾ റിസോഴ്സിൽ, ക്ലാസ് 10, സ്ക്രൈബസിൽ ഇവിടെ 2 കാണാം. നമുക്ക് വേണ്ടത് സാമ്പിൾ ടെസ്റ്റ് _1.odt. ഇതാണ് നമുക്ക് വേണ്ടത്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ടെക്സ്റ്റും വന്നു. മനസ്സിലായില്ലേ ടെക്സ്റ്റ് കൊണ്ടുവരുന്ന രീതി? ഇപ്പം ഞാനിങ്ങനെ പറയുമ്പോൾ ഓരോ കാര്യങ്ങളും നിങ്ങൾ നല്ല ക്ലിയർ ആക്കി വെക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഈ ടെക്സ്റ്റിന് നമുക്ക് മാറ്റങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ടെക്സ്റ്റ് മൊത്തം സെലക്ട് ആവണം മാറ്റം കൊടുക്കണമെങ്കിൽ അല്ലേ? അപ്പോൾ നമുക്ക് എവിടുന്ന് മുതലാണോ മാറ്റം കൊടുക്കേണ്ടത് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടുന്ന് മുതലാച്ചാൽ ഇവിടെ ആദ്യം ഒന്ന് ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റിനെ സെലക്ട് ചെയ്യാനുള്ള മാർഗ്ഗം. നമുക്കിങ്ങനെ മൊത്തത്തിൽ ഇവിടുന്ന് മുതൽ അങ്ങോട്ടുകൊണ്ട് പിടിച്ചടിച്ച് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് മാറ്റം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടോട്ട് വലിഞ്ഞു പോവരുത്. അതിനുവേണ്ടി ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് കീബോർഡിലെ Ctrl+A ഒന്ന് പ്രസ് ചെയ്താൽ മതി. Ctrl+A കണ്ടില്ലേ? അപ്പോൾ മൊത്തം സെലക്റ്റായി, ടെക്സ്റ്റുകൾ മാത്രം സെലക്റ്റായി. എന്നിട്ട് നമുക്കിവിടെ ടെക്സ്റ്റ് പ്രോപ്പർട്ടീസിൽ എന്തൊക്കെ മാറ്റങ്ങൾ, ഇവിടെ മലയാളം വേണമെങ്കിൽ മലയാളം ആക്കാം. ഇതാ കണ്ടില്ലേ? ഇംഗ്ലീഷ് എന്നുള്ള ഭാഗത്ത് അതിനെ മായ്ച്ചിട്ട് നമുക്ക് മലയാളത്തിനാണ് മാറ്റം വരുത്തേണ്ടെങ്കിൽ മലയാളം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മലയാളം. പിന്നെ നമുക്കിവിടെ മലയാളത്തിൽ ഏതെങ്കിലും ഒരു ലിപി ആക്കി കൊടുക്കുക. നമുക്ക് ആ മലയാളം ടൈപ്പ് ചെയ്തിട്ട് നമുക്കിനി ഉറൂബ, തുമ്പയൊക്കെ മലയാളം ലിപികളാണ്. നമുക്ക് എക്സാമിന് നിങ്ങൾക്ക് ഏതാണോ പറയുന്നത് അതാക്കി കൊടുക്കുക. ഞാൻ ഉറൂബൻ ആക്കി കൊടുത്തു കേട്ടോ. ഇനി ഈ ടെക്സ്റ്റിന് കളർ മാറ്റണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ പോയാൽ മതി കേട്ടോ. അപ്പോൾ കളറൊന്നും മാറ്റണ്ട, മാറ്റണമെങ്കിൽ മാത്രം പോയാൽ മതി. ഇവിടെ മാറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് പിന്നെ സെൻറ്റർ ആക്കണമെങ്കിൽ ഇവിടെ മാറ്റാം. സെൻറ്റർ, ലെഫ്റ്റ്, റൈറ്റ് അതൊന്നും വേണ്ട. ഇപ്പം നമുക്കിവിടെ ഞാൻ അതിനെ ഉറൂബും ഒരു മലയാള ലിപി കൊടുത്തു, മലയാളത്തിലേക്കാക്കി. സൈസ് കൂട്ടണമെങ്കിൽ നമുക്കിവിടെ കൂട്ടാം. ടെക്സ്റ്റിന് കൊടുക്കാവുന്ന മാറ്റങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞെന്നാണ് നിങ്ങൾക്ക്. അത്രയും മാറ്റങ്ങളൊക്കെ നമ്മൾ കൊടുത്താൽ മതി കേട്ടോ. ഇതാ അപ്പോൾ ഞാൻ മാറ്റിയപ്പോഴാണ് ഈ മാറ്റങ്ങളൊക്കെ ഇങ്ങോട്ട് വന്നത് അല്ലേ? നോക്കാം. അപ്പോൾ നമുക്കിത് ആദ്യത്തെ പോലെ തന്നെ മതിയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ മൊത്തം എന്ത് മാറ്റം കൊടുക്കണമെങ്കിലും ഈ ടെക്സ്റ്റ് നമുക്ക് സെലക്ട് ആവണം അല്ലേ?
അപ്പോൾ ആ സെലക്റ്റാണ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് കൺട്രോൾ എ പ്രസ് ചെയ്തുകൊണ്ട് കൺട്രോൾ അമർത്തിയിട്ട് എ കണ്ടില്ലേ. ഇനി ഇവിടെ നമുക്ക് ഈ 18 വേണ്ട നമുക്ക് അല്ലേ. നമുക്ക് എത്ര വേണ്ടത്? ഇതിവിടെ 12 ആക്കി കൊടുത്താൽ മതി. 12 മതി. എൻ്റർ പ്രസ് ചെയ്യാം. എത്രയാണോ വേണ്ട അത്ര ആക്കി കൊടുക്കുക നമ്മൾ. ഇനി നമുക്ക് ആദ്യത്തെ രീതിയിൽ തന്നെ ആക്കണമെങ്കിൽ ആദ്യത്തെ രീതിയിൽ തന്നെ ആക്കി കൊടുക്കാം. മലയാളം വേണ്ട, ഇംഗ്ലീഷ് തന്നെ ആക്കണമെങ്കിൽ കേട്ടോ. ഇവിടെ നമുക്ക് എങ്ങനെയാണ് ഇപ്പോൾ മലയാള ലിപി ആയതുകൊണ്ടാണ് ഞാൻ മലയാളം ആക്കിയത്. അതെല്ലാം നിങ്ങൾക്ക് വേറെ നമ്മൾ ആദ്യത്തെ അതേ രൂപമാണ് വേണ്ടതെങ്കിൽ അതിന് തന്നെ ആക്കി കൊടുക്കുക. നമ്മൾ ചെയ്ത് പോയ ഫയൽ തിരിച്ച് അതേപോലെ തന്നെ വരണമെങ്കിൽ നമുക്ക് എഡിറ്റിൽ അണ്ട് കൊടുക്കാനുള്ളൊരു മാർഗ്ഗമുണ്ട് കേട്ടോ. നമ്മൾ എക്സാമിനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പം അയ്യോ നമുക്ക് 3 കോളത്തിലേക്ക് വേണ്ട 2 കോളത്തിലായല്ലോ, പക്ഷെ നമുക്ക് ആദ്യത്തെ പോലെ തന്നെ വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റിൽ അണ്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കാര്യത്തിലേക്കൊന്ന് നോക്കാം അല്ലേ. ശ്രദ്ധിക്കാം, ഇന്ന് നമ്മൾ ചെയ്ത കാര്യത്തിലേക്കൊന്ന് നോക്കാം. ഇനി നമുക്കത് പ്രിവ്യൂ മോഡിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇങ്ങനെയാണ് കാണാൻ പറ്റുക. കണ്ടോ, ഇതുപോലെ നമുക്ക് പ്രിൻ്റ് ചെയ്ത് വരിക. അപ്പോൾ ഇത്രയും കാര്യത്തിന് നമ്മൾ സേവ് ചെയ്യാം. ആദ്യം സേവ് ചെയ്ത ഫയൽ ആയതുകൊണ്ട് ഫയൽ സേവ് ക്ലിക്ക് ചെയ്യാം. ഫയൽ സേവ്. ഇനി നമ്മൾ ഇന്ന് പഠിച്ച എല്ലാ കാര്യത്തിലേക്കും ശ്രദ്ധിക്കാം. ഇന്ന് നമ്മളെ ഒരു ബാർകോഡ് കൊണ്ടുവന്നു അല്ലേ. 2 രീതികളുണ്ടെന്ന് പറഞ്ഞെന്നോ ബാർകോഡ് കൊണ്ടുവരാൻ. മെനു ഇവിടെ ടൂൾ കൺട്രോൾ ബാറിലൊരു ബാർകോഡിൻ്റെ ചിത്രമുണ്ട്, ഒന്ന് അതിലൂടെ പോകാം. രണ്ടാമത്തത് ഇൻസേർട്ടിൽ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും ബാർകോഡ് അല്ലേ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്തത് ഈ പിക്ചർ കൊണ്ടുവന്നു അല്ലേ. പിക്ചർ കൊണ്ടുവരാൻ നമുക്ക് എന്തെങ്കിലും ഇതാ ശ്രദ്ധിക്കണം, ഇമേജ് ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്തിട്ട് കൊണ്ടുവരാം അല്ലേ. പിന്നെ എങ്ങനെയായിരുന്നു? ഇൻസേർട്ടിൽ ഇമേജ് ഫ്രെയിം, പിക്ചർ കൊണ്ടുവന്നു. ഇനി നമുക്ക് പിക്ചർ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് 3 കോളങ്ങളാക്കി തിരിച്ചു അല്ലേ. 3 കോളങ്ങളാക്കി തിരിക്കാൻ വേണ്ടിയിട്ട് എവിടെയായിരുന്നു നമ്മൾ പോയത്? ഒരു ടെക്സ്റ്റ് ഫ്രെയിം വരച്ചിട്ട് നമ്മൾ അതിന് വേണ്ടുന്ന മാറ്റങ്ങളൊക്കെ കൊടുത്തു അല്ലേ. പിന്നെ അതിന് ഡിസ്റ്റൻസ് നൽകി. പിന്നെ എന്താ അടുത്ത ചെയ്തത്? ഡിസ്റ്റൻസ് നൽകിയിട്ട് അതിനെ ഫോണ്ടുകൾ മാറ്റി കൊടുക്കാനും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ഒന്ന് ക്ലിയർ ചെയ്യുക. എന്നിട്ട് നമുക്കിതിൽ കുറച്ച് കാര്യങ്ങളും കൂടെ പറയാണ്ട് അത് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ആ 3ാമത്തെ പാർട്ടും കൂടെ ആയാൽ 2ാമത്തെ പാഠം കംപ്ലീറ്റ് ആവും. ഓക്കെ, ഇത്രയും പറഞ്ഞ് നിർത്തുക കേട്ടോ. താങ്ക് യു.